നമ്മളെല്ലാവരും 2 മാസത്തോളമായിട്ട് കോവിഡ് ലോക്ക്ഡൌണിന്റെ ഭാഗമായി കോളേജുകൾ അടച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വലിയ പങ്കാളിത്തത്തോടുകൂടി ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ആദ്യമേ തന്നെ അഭിവാദ്യം ചെയ്യുന്നു. താങ്ക്സ് ഫോർ ജോയിനിങ് ASAP ഓൺലൈൻ ക്ലാസ്സസ്. പോളിടെക്നിക് വിദ്യാർത്ഥികൾക്കുള്ള ASAP ഓൺലൈൻ ക്ലാസ്സുകളുടെ ഭാഗമായി ഇന്ന് നമ്മുടെ സെഷൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് സെമസ്റ്റർ 6 വിദ്യാർത്ഥികൾക്ക് മൈക്രോ കൺട്രോളർ എന്ന സബ്ജക്റ്റിലെ ഒരു ടോപ്പിക്കാണ്. The topic is AVR timers, timer 1 and timer 2. The session will be handled by such an eminent faculty. ഈ സെഷൻ എടുക്കുന്ന ശ്രീമതി സോണിമ AM മുൻപും നമ്മുടെ സെഷൻസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. സോ വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരമാണ് തുടർച്ചയായിട്ട് നമ്മൾ സെഷൻ വെക്കുന്നത്. താങ്ക് യു വെരി മച്ച് മാം ഫോർ ജോയിനിങ് ഫോർ ദിസ് കണ്ടിന്യൂസ് സെഷൻ. So it is over to you, Sonima AM. She is a lecturer in computer hardware engineering from Government Polytechnic College, Mepadi. Thank you very much, ma'am, once again. And now it is over to you. You may start the session. Good afternoon, all. Today I am discussing about AVR timers, timer 1 and 2. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈമർ 0 ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആണിത്, ടൈമർ 1 and 2. നമുക്ക് ഫസ്റ്റ് ടൈമർ 2 നോക്കാം. അതിനു മുമ്പേ 80 മെഗാ 32 AVR ടൈമർ. AVR ടൈമേഴ്സ് എന്ന് പറയുന്നത് 3 ടൈമേഴ്സ് ആണ്. ടൈമർ 0, ടൈമർ 1 ആൻഡ് ടൈമർ 2. ഈ ടൈമർ 1ഉം ടൈമർ 2ഉം 8-bit ടൈമേഴ്സ് ആണ്. വേർ ടൈമർ 1 ഈസ് 16-bit ടൈമർ. നമുക്ക് ടൈമർ 2 നോക്കാം. ടൈമർ 2 എന്ന് പറയുന്നത് ടൈമർ 0 പോലെ തന്നെ എല്ലാം സെയിം ആയിട്ടുള്ളതാണ്. പക്ഷേ ഇതിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ടൈമർ 2 ആൻഡ് ടൈമർ 0. The same values of CS bits can have different scales of clock. അതായത് ക്ലോക്ക് സെലക്ട് ബിറ്റ്സ് ടൈമർ 0ലും ടൈമർ 2ലും എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ടൈമർ 1ലും യൂസ് ചെയ്യുന്നുണ്ട് ക്ലോക്ക് സെലക്ട് ബിറ്റ്സ്. പക്ഷേ ഈ ടൈമർ 0യും ടൈമർ 2ലെയും ക്ലോക്ക് സെലക്ട് ബിറ്റ്സിന്റെ വാല്യൂസ് ഡിഫറെന്റ് ആയിരിക്കും. അത് നമുക്ക് നെക്സ്റ്റ് രജിസ്റ്റേഴ്സ് നോക്കുമ്പോൾ കൂടുതൽ ക്ലിയർ ആയി വരും. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ടൈമർ 2ലെ ക്ലോക്ക് സെലക്ട് ബിറ്റ്സ് എല്ലാം യൂസ് ചെയ്യുന്നത് ടൈമറിന് വേണ്ടി മാത്രമാണ്. എന്നാൽ ടൈമർ 0ല് ക്ലോക്ക് സെലക്ട് ബിറ്റ്സ് 000 മുതൽ 001 വരെ യൂസ് ചെയ്യുന്നത് ടൈമേഴ്സിന് വേണ്ടിയിട്ടും 110 ആൻഡ് 111 വാല്യൂ യൂസ് ചെയ്യുന്നത് കൗണ്ടറിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ടൈമർ 2ല് ക്ലോക്ക് സെലക്ട് ബിറ്റ്സ് എല്ലാ ബിറ്റ്സും യൂസ് ചെയ്യുന്നത് ടൈമേഴ്സിന് വേണ്ടി മാത്രമാണ്. പക്ഷെ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ടൈമർ 2നെ റിയൽ ടൈം കൗണ്ടർ ആയിട്ട് യൂസ് ചെയ്യാം. റിയൽ ടൈം കൗണ്ടർ എന്ന് വെച്ചാൽ കറണ്ട് ടൈമിനെ ട്രാക്ക് ചെയ്യും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് 32.768 kHz. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ടൈമേഴ്സിനെ പറ്റിയാണ് നോക്കുന്നത്. കൗണ്ടറിന്റെ സെക്ഷൻ വരുമ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഈ ടൈമർ 2ല് ടൈമർ 0ലെ പോലെ തന്നെ മെയിൻ രജിസ്റ്റേഴ്സും ഫ്ലാഗ്സും ഉണ്ട്. ഈ ടൈമർ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് TCNT എന്ന് പറയുന്നത് ടൈമർ 2ന്റെ മെയിൻ രജിസ്റ്റർ ആണ്. അതായത് TCNT 2. ടൈമർ 0 ആയിരുന്ന സമയത്ത് TCNT 0 ആയിരുന്നു. ടൈമർ 2 ആവുമ്പോൾ TCNT 2. ഇതൊരു 8-bit രജിസ്റ്റർ ആണ്. ടൈമർ മെയിൻ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ TCNT 2 ആണ്. TCNT 2ലെ വാല്യൂ ആണ് ഈ ടൈമറിന്റെ വാല്യൂ. പിന്നെ OCR2 ഔട്ട്പുട്ട് കമ്പയർ രജിസ്റ്റർ. ഇതൊരു 8-bit രജിസ്റ്റർ ആണ്. ഇതൊരു കമ്പയർ രജിസ്റ്റർ ആണ്. TCNT 2ലെ വാല്യൂ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് OCR2. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന മോഡ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഉള്ളത് TCCR2, അതായത് ടൈമർ കൗണ്ടർ കൺട്രോൾ രജിസ്റ്റർ. ഈ ടൈമർ 2നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രജിസ്റ്റർ ആണ് TCCR2. ഇതും ഒരു 8-bit ആണ്. പിന്നെ ഉള്ളത് ടൈമർ ഓവർഫ്ലോ ഫ്ലാഗ് ആണ് TOV2. അതായത് TCNT 2 എന്ന് പറയുന്നത് 8-bit രജിസ്റ്റർ ആണ്. അപ്പൊ 8-bit രജിസ്റ്റർ ആകുമ്പോൾ അതിന്റെ വാല്യൂ റേഞ്ച് എന്ന് പറയുന്നത് 00 മുതൽ FF വരെയാണ്. അപ്പൊ FF എന്നുള്ള വാല്യൂ റീച്ച് ആയി കഴിഞ്ഞാൽ, അതായത് ഓരോ ക്ലോക്ക് പൾസിലും ഓരോ ടിക്കിലും ടൈമറിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കൊരു ഡിലേ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൈമേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓരോ ടിക്കിലും ഇൻക്രിമെന്റ് ചെയ്യുന്ന വെച്ചാൽ ഈ TCNTയിലെ വാല്യൂ ആണ് ഇൻക്രിമെന്റ് ചെയ്യുക. ഈ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് ലാസ്റ്റ് മാക്സിമം വാല്യൂ FF റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാല്യൂ എന്താവും, നെക്സ്റ്റ് ക്ലോക്ക് പൾസിൽ ഈ FF മാറി 00 ആവും. അങ്ങനെ 00 ആയിട്ട് റോൾ ഓവർ ചെയ്യുന്നതിനാണ് ഒരു ഓവർഫ്ലോ എന്ന് പറയുന്നത്. ആ സമയത്താണ് TOV2 ഫ്ലാഗ് സെറ്റ് ആവുന്നത്. പിന്നെ ഉള്ളത് ഔട്ട്പുട്ട് കമ്പയർ ഫ്ലാഗ് ആണ്. അതായത്
ഔട്ട്പുട്ട് കമ്പയർ രജിസ്റ്റർ ഉണ്ട് OCR2 TCN2 2ലെ വാല്യൂ ഈക്വൽ ആവുമ്പോഴാണ് OCF2 ഫ്ലാഗ് സെറ്റ് ആവുന്നത്. ഇതൊക്കെ നമ്മൾ ടൈമർ 0 ഡിസ്കസ് ചെയ്താണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഇനി ടൈമർ 2ലെ TCCR2 രജിസ്റ്റർ നോക്കാം, അതായത് ടൈമർ കൗണ്ടർ കൺട്രോൾ രജിസ്റ്റർ. ഫസ്റ്റ് ഒരു ടൈമർ 1-0 ആയിട്ടൊരു ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതായത് ഫസ്റ്റ് 3 ബിറ്റ്സ്, അതായത് D0 D1 D2 ക്ലോക്ക് സെലക്ട് ബിറ്റ്സും ബിറ്റ്സിലെ വാല്യൂ ടൈമർ 2ലെയും ടൈമർ 0ലെയും ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞു. അതായത് CS20 CS21 ആൻഡ് CS22. അതെന്ന് വെച്ചാൽ 3 ബിറ്റ്സ്, അപ്പൊ 2�3 8 ബിറ്റ്സ്. അപ്പൊ അതിന്റെ കോമ്പിനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഇവിടെ കണ്ടോ D0 D1 D2. അപ്പൊ 0 0 0 മുതൽ 1 1 1 വരെയുള്ള വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഈ ടൈമർ 2ല് ഈ 0 0 മുതൽ 1 1 1 വരെ യൂസ് ചെയ്യുന്നത് ടൈമേഴ്സിന് വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് 0 0 വരുമ്പോൾ ടൈമർ ക്ലോക്ക് സോഴ്സ് സ്റ്റോപ്പ് ആവും, അതായത് ടൈമർ സ്റ്റോപ്പ് ആവും. പിന്നെ വിത്തൗട്ട് പ്രീ സ്കെയിലിംഗ് ആണെങ്കിൽ 0 0 1. പിന്നെ പ്രീ സ്കെയിലിംഗ് എന്ന് പറയുന്നത് ഇതിൽ 8 32 64 128 256 ആൻഡ് 1024 ഇത്രയും പ്രീ സ്കെയിലിംഗ് ഉണ്ട്. പ്രീ സ്കെയിലിംഗ് യൂസ് ചെയ്യുന്നത് ടൈമറിന്റെ ഡിലേ ഇൻക്രിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഉള്ളത് WGM21ഉം WGN20. ഈ 2 ബിറ്റ്സും യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ടൈമർ 2ന്റെ മോഡ് സെലക്ട് ചെയ്യാനാണ്. ടൈമർ 2ന് 4 മോഡ് ഉണ്ട്, പക്ഷെ നമ്മുടെ സിലബസിൽ ഡിസ്കസ് ചെയ്യുന്നത് നോർമൽ മോഡും CTC മോഡും ആണ്. നോർമൽ മോഡിലും CTC മോഡിലും വാല്യൂസ് WGM21ഉം 20ന്റെ വാല്യൂ 0 0 ആണെങ്കിൽ നോർമൽ മോഡും 0 1 ആണെങ്കിൽ CTC മോഡും. TIFR രജിസ്റ്റർ ഈ 3 ടൈമേഴ്സിനും കോമൺ ആയിട്ടുള്ള രജിസ്റ്റർ ആണ്. അതിൽ D6 D7 ആണ് ടൈമർ 2ന് വേണ്ടിയിട്ട്. ടൈമർ ഓവർഫ്ലോ ഫ്ലാഗിന് വേണ്ടി D6 ബിറ്റും D7 ബിറ്റ് ടൈമർ ഔട്ട്പുട്ട് കമ്പയർ ഫ്ലാഗിന് വേണ്ടിയിട്ട് D7 ബിറ്റും. ഇതാണ് ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ടൈമർ 2. നിങ്ങൾക്ക് കാണാം സെയിം ആസ് ടൈമർ 0. പക്ഷെ ചെറിയൊരു വ്യത്യാസം ഉണ്ട്. എന്താ, ഇവിടെ പ്രീ സ്കെയിലർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ റിയൽ ടൈം കൗണ്ടറിന് വേണ്ടിയിട്ട് വേറൊരു ഓസിലേറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ടൈമർ 0 ആയിട്ട് സെയിം ആണ്. TCNT2 രജിസ്റ്റർ ഉണ്ട്, OCR2 രജിസ്റ്റർ ഉണ്ട്, കമ്പാരേറ്റർ ഉണ്ട്. ഇത് രണ്ടിന്റെ വാല്യൂ ഇന്റേണൽ കമ്പാരേറ്റർ കമ്പയർ ചെയ്തിട്ട് ഈക്വൽ ആണെങ്കിൽ OCF2 ഫ്ലാഗ് സെറ്റ് ആവും. TCNT2ന്റെ വാല്യൂ ഓവർഫ്ലോ ചെയ്യുകയാണെങ്കിൽ TOV2 ഫ്ലാഗ് സെറ്റ് ആവും. അപ്പോൾ മൾട്ടിപ്ലക്സറിന്ന് ഏത് ക്ലോക്ക് ആണോ സെലക്ട് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് ക്ലോക്ക് സെലക്ട് ബിറ്റ്സ് CS20 CS21 ആൻഡ് CS22. നമുക്ക് ചെറിയൊരു പ്രോബ്ലം നോക്കാം. അതായത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് TCCR2 ഇഫ് യു വാണ്ട് ടു പ്രോഗ്രാം ടൈമർ 2 ഇൻ നോർമൽ മോഡ് വിത്ത് എ പ്രീസ്കെയിലർ ഓഫ് 64 യൂസിങ് ഇന്റേണൽ ക്ലോക്ക് ഫോർ ദ ക്ലോക്ക് സോഴ്സ്. അതായത് ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്, പ്രീസ്കെയിലർ 64 ആയിട്ട് ടൈമർ 2 നോർമൽ മോഡിൽ പ്രോഗ്രാം ചെയ്യണം. അപ്പോൾ നോർമൽ മോഡിൽ പ്രോഗ്രാം ചെയ്യാനാണെങ്കിൽ TCCR2ന്റെ WGM20ഉം WGN21ന്റെയും വാല്യൂസ് എന്തായിരിക്കണം, 0 0. ഇവിടെ കണ്ടു പിക്ചറിൽ WGM20ഉം 21ന്റെയും വാല്യൂ 0 0. പിന്നെ ഏതൊക്കെ ബിറ്റ്സ് ആണ് നോക്കുന്നത്, ക്ലോക്ക് സെലക്ട് ബിറ്റ്സ്. അപ്പോൾ ഇത് കണ്ടോ, ക്ലോക്ക് സെലക്ട് ബിറ്റ്സിൽ 64 എന്ന പ്രീ സ്കെയിലിംഗ് യൂസ് ചെയ്യുന്നത് എവിടെയാണ്, D0 D1 D2 കോമ്പിനേഷനിൽ 1 0 0 എന്നൊരു കോമ്പിനേഷൻ ആണ് പ്രീ സ്കെയിലിംഗ് 64ന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ TCCR2ന്റെ വാല്യൂ 1 0 0 ഏത് ഫസ്റ്റ് 3 ഡിജിറ്റ്സ് നമ്മൾ ഇങ്ങനെ TCCR2 WGM20ഉം 21ഉം 0 0 ഫോർ നോർമൽ മോഡ് ക്ലോക്ക് സെലക്ട് 1 0 0 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ TCCR2ന്റെ വാല്യൂ നോക്കൂ, എന്താ വാല്യൂ വരുന്നത്, 0 4. അതായത് 0 1 0 0 എന്ന് പറയുന്നത് 4ഉം 0 0 0 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ TCCRന്റെ വാല്യൂ ഹെക്സാഡെസിമൽ വാല്യൂ എന്ന് പറയുന്നത് 0 4 ആണ്. അപ്പോൾ ഒരു TCCR2 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ ടൈമർ 2 നോർമൽ മോഡലാണ്, 64 ആണ് പ്രീ സ്കെയിലർ എന്ന് പറഞ്ഞാൽ എഴുതാൻ അറിയണം. അപ്പം ഇനി നമുക്ക് ഇത്രയും നോക്കി, എന്താ പ്രീ സ്കെയിലർ 64 ആകുമ്പോൾ ടൈമർ 2 നോർമൽ മോഡലാണെങ്കിൽ TCCR2ന്റെ വാല്യൂ 0x04. നമുക്ക് ഒരു പ്രോഗ്രാം നോക്കാം. അതായത് യൂസിങ് എ പ്രീ സ്കെയിലർ ഓഫ് 64 റൈറ്റ് എ പ്രോഗ്രാം ടു ജനറേറ്റ് എ ഡിലേ ഓഫ് 1920 microseconds. Assume crystal is equal to 8 megahertz.
അതായത് പ്രീ സ്കെയിലർ എന്ന് പറഞ്ഞത് എത്രയാണ്? 64 ആണ്. 64 പ്രീ സ്കെയിലർ നോർമൽ മോഡ് ആണെങ്കിൽ തൊട്ട് മുന്നേ നമ്മൾ കണ്ടുപിടിച്ച എന്താ TCCR2 എന്ന് പറഞ്ഞ വാല്യൂ എന്ന് പറയുന്നത് 0x04 ആണ്. ഇനിയിപ്പം പറയുന്നത് എന്താ? ഒരു ഡിലേ ജനറേറ്റ് ചെയ്യണം. എത്രയാണ്? മൈക്രോ സെക്കൻഡ്സ്. ഏത്? 1920 മൈക്രോ സെക്കൻഡ്സ് ഉള്ള ഒരു ഡിലേ ജനറേറ്റ് ചെയ്യണം പറയുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ട, നമുക്ക് സ്റ്റെപ്പ് ആയിട്ട് ക്ലിയർ ചെയ്ത് പോവാം. ടൈമറിന്റെ ക്ലോക്ക് എത്രയാ പറഞ്ഞേക്കുന്നത്? 8 മെഗാഹെഡ്സ് ആണ്. അതായത് ടൈമറിന്റെ ക്ലോക്ക് അല്ല, ടൈമറിലേക്ക് വരുന്ന ക്രിസ്റ്റൽ ഇൻപുട്ട് ക്ലോക്ക് 8 മെഗാഹെഡ്സ് ആണ്. പ്രീ സ്കെയിലർ എന്ന് പറഞ്ഞാൽ 64 ആണ്. ഇപ്പൊ ടൈമർ ക്ലോക്ക് എന്ന് പറയുന്നത് 8 മെഗാഹെഡ്സ് ഡിവൈഡ് ബൈ 64. പ്രീ സ്കെയിലർ വെച്ചിട്ട് ഫ്രീക്വൻസി എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. അതിന്റെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 125 കിലോ ഹെഡ്സ് ആണ്. ടൈമർ പീരീഡ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ഫ്രീക്വൻസി കിട്ടിയ ടൈമർ പീരീഡ് കാണണമെങ്കിൽ ടൈമർ പീരീഡ് ഈസ് ഈക്വൽ ടു 1 ബൈ ഫ്രീക്വൻസി ആണ്. അപ്പൊ നമുക്ക് 125 കിലോ ഹെഡ്സ് എന്നുള്ള വാല്യൂ കിട്ടി. അപ്പൊ നമ്മൾ ടൈമർ പീരീഡ് 1 ബൈ 125 കാണുമ്പോൾ 8 മൈക്രോ സെക്കൻഡ്സ് എന്ന് കിട്ടും. അതായത് ഈ ടൈമറിൽ, ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന ഒരു ടൈമറിൽ ഒരു ടിക്കിന് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 8 മൈക്രോ സെക്കൻഡ്സ് ആണ്. നമുക്ക് എത്ര മൈക്രോ സെക്കൻഡ്സ് ഡിലേ വേണം? 1920 മൈക്രോ സെക്കൻഡ്സ് ഡിലേ വേണം. അതായത് 1920 മൈക്രോ സെക്കൻഡ് ഡിലേ വേണമെങ്കിൽ നമുക്ക് 8 മൈക്രോ സെക്കൻഡ് ടിക്ക് ഉള്ളതിനെ എത്ര ടിക്ക് വേണം എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അതായത് 1920 മൈക്രോ സെക്കൻഡ്സ് ഡിവൈഡ് ബൈ 8 മൈക്രോ സെക്കൻഡ്സ്. അതെങ്ങനെയാ? അപ്പം ഒരു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു ടിക്കിന് 2 മൈക്രോ സെക്കൻഡ്സ് ആണ് ഒരു ടൈമറിന്റെ ടിക്കിന്റെ വാല്യൂ എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് 20 മൈക്രോ സെക്കൻഡ്സ് ഡിലേ വേണമെങ്കിൽ എത്ര പ്രാവശ്യം ടിക്ക് ചെയ്യണം? 10 പ്രാവശ്യം. അതായത് 10 പ്രാവശ്യം ടിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ 20 മൈക്രോ സെക്കൻഡ്സ് ഡിലേ ആവും. അപ്പോൾ ഈ പ്രോബ്ലത്തില് 8 മൈക്രോ സെക്കൻഡ് ആണ് ഒരു ടിക്കിനെങ്കിൽ 1920 മൈക്രോ സെക്കൻഡ്സ് ഡിലേ ജനറേറ്റ് ചെയ്യണമെങ്കിൽ എത്ര പ്രാവശ്യം ടിക്ക് ചെയ്യണം? ആ ടൈമർ വാല്യൂ എന്ന് പറയുന്നത് 1920 മൈക്രോ സെക്കൻഡ്സ് ഡിവൈഡ് ബൈ 8 മൈക്രോ സെക്കൻഡ്സ് ആണ്. ഈക്വൽ ടു 240 ഡെസിമൽ വാല്യൂവിന് ഹെക്സാ ഡെസിമൽ വാല്യൂലേക്ക് മാറ്റുമ്പോൾ 0x(f0) എന്ന വാല്യൂ വരും. അപ്പൊ നമ്മൾ നോർമൽ മോഡിലാവുമ്പോൾ നോർമൽ മോഡ് വർക്കിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ടൈമറിന്റെ രജിസ്റ്റർ, അതായത് TCNT2, ഇവിടെ TCNT2 രജിസ്റ്ററിന്റെ വാല്യൂ FF വരെയാണ് മാക്സിമം വാല്യൂ. അത് കഴിഞ്ഞാൽ 0 ആവുമ്പോൾ റോൾ ഓവർ ചെയ്യുമ്പോൾ സെറ്റ് ചെയ്യുന്ന ഫ്ലാഗ് ആണ് ടൈമർ ഓവർഫ്ലോ ഫ്ലാഗ്. ടൈമർ ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടൈമർ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ എത്ര പ്രാവശ്യം ഈ ടിക്ക് വരുന്നു അതാണ് അതിന്റെ ഡിലേ എന്ന് പറയുന്നത്. ടിക്കും ആ ടിക്കിന്റെ എന്താണ് ടൈം പീരീഡും. അപ്പൊ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോ വേണ്ടത് 0x(f0) ടിക്സ് വേണം. പക്ഷെ നമ്മുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് FF ആണ്. 00 മുതൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ FF കഴിഞ്ഞു +1 ക്ലോക്ക് സൈക്കിൾ വരുമ്പോഴേ എന്താവുന്നുള്ളൂ? ആ ടൈം പീരീഡ്, ആ ഒരു ഡിലേ വരുന്നത്. നമുക്ക് പക്ഷെ 0x(f0) മാത്രം ടിക്ക് ചെയ്താൽ മതി. അങ്ങനെ ടിക്ക് ചെയ്യണം എന്ത് ചെയ്യണം? അതായത് 1+FF ഈ 0x(f0) മൈനസ് ചെയ്യണം. അത്രയും പ്രാവശ്യം ടിക്ക് ചെയ്താൽ മതി. അപ്പോൾ 240 എന്ന് പറയുന്ന ഡെസിമൽ വാല്യൂവിനെ നമുക്ക് 0x(f0)ന്റെ അതായത് FF 1+FF മൈനസ് ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0x10 ആയിരിക്കും. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന്റെ 2's കോംപ്ലിമെന്റ് കണ്ടാൽ മതി. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ് LDI R20, -240. അതായത് R20യിലേക്ക് വാല്യൂ 0x10. ഒന്നും കൂടി പറയാം, 0x(f0) ടൈംസ് ഈ ക്ലോക്ക് ടിക്ക് ചെയ്താൽ മാത്രമേ 1920 മൈക്രോ സെക്കൻഡ്സ് ഡിലേ ഉണ്ടാവുള്ളൂ. ഈ 0x(f0) ടിക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ 1+FF എന്ന് പറയുന്ന മാക്സിമം വാല്യൂ 0x(f0) മൈനസ് ചെയ്താലേ TCNT സ്റ്റാർട്ട് ചെയ്യേണ്ട വാല്യൂ കിട്ടുള്ളൂ. TCNT സ്റ്റാർട്ട് ചെയ്യേണ്ട വാല്യൂ നോക്കുമ്പോൾ FF F0 മൈനസ് ചെയ്താൽ എത്രയാ വരിക? 0F. പിന്നെ +1 ഉണ്ടല്ലോ, ആ 1 ആഡ് ചെയ്യുമ്പോഴാണ് 10 വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ TCNT2ലേക്ക് 0x10 എന്നുള്ള വാല്യൂ കൊടുക്കണം. അല്ലെങ്കിൽ ഡയറക്റ്റ് കൊടുത്താൽ മതി. LDI R20, 0x10 എന്നുള്ള വാല്യൂ കൊടുത്താൽ മതി. ഈ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ TCNT2ലേക്ക് നമ്മൾ ആ വാല്യൂ ലോഡ് ചെയ്യും. എവിടെ നിന്നാണ് ടൈമർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ള വാല്യൂ. പിന്നെ R20യിലേക്ക് 04. ഈ 04 എവിടുന്നാ വന്നത്? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. പ്രീ സ്കെയിലർ 64 ആണെങ്കിൽ, നോർമൽ മോഡ് ആണെങ്കിൽ TCCR2ന്റെ വാല്യൂ 04 ആണെന്ന് നേരത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്.
അപ്പോൾ ആ 04 എന്നുള്ള വാല്യൂ TCCR2ലേക്ക് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 04 R20യിലേക്ക് ഇമ്മീഡിയറ്റ് ആയി ലോഡ് ചെയ്തത്. എന്നിട്ട് ആ വാല്യൂ TCCR2ലേക്ക് ലോഡ് ചെയ്യും. എപ്പോ TCCRലേക്ക് വാല്യൂ വന്നോ, അതായത് ടൈമർ 2 നോർമൽ മോഡൽ ആണെന്ന് പറഞ്ഞോ, ആ സമയം മുതൽ ടൈമർ എന്ത് ചെയ്യും, കൗണ്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ടൈമർ ഓരോ ക്ലോക്ക് പൾസിലും ഇൻക്രിമെന്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്, ഈ ടൈമർ ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ ലൂപ്പ് ഉണ്ട്, അഗൈൻ എന്ന് പറയുന്ന ഒരു ലൂപ്പ്. അതായത് R20യിലേക്ക് TIFR രജിസ്റ്റർ ടൈമർ ഇന്ററപ്റ്റ് ഫ്ലാഗ് രജിസ്റ്റർ വാല്യൂ ലോഡ് ചെയ്യും. ആ വാല്യൂല് ടൈമർ ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ആയിട്ടുണ്ടോ, TOV2 സെറ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് ടൈമർ ഓവർഫ്ലോ സെറ്റ് ആയിട്ടില്ലെങ്കിൽ ഈ ലൂപ്പ് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആർജം അഗൈൻ എന്ന് പറഞ്ഞില്ലേ, അതായത് ഇങ്ങനെ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതായത് എപ്പോഴാണോ ടൈമർ ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ആവേണ്ടത് ആ സമയം എന്താവണം, ടൈമർ സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെ ടൈമർ സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ 1920 മൈക്രോ സെക്കൻഡ്സ് ഡിലേ ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ടൈമർ ഓവർഫ്ലോ ഫ്ലാഗ് TOV2 സെറ്റ് ആയാൽ ഈ ഇൻസ്ട്രക്ഷൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ഇൻസ്ട്രക്ഷനിലേക്ക് വരും. അപ്പൊ എന്താ വേണ്ടേ, ടൈമർ സ്റ്റോപ്പ് ചെയ്യണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് TCCR2ലേക്ക് R20 0 എന്നുള്ള വാല്യൂ ലോഡ് ചെയ്യും. പിന്നെ നമുക്ക് ടൈമർ ഓവർഫ്ലോ ഫ്ലാഗ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻ ആണ് R20 1 ലെഫ്റ്റ് ഷിഫ്റ്റ് TOV2 TFR, R20. ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ TOV2 ഫ്ലാഗ് എന്താവും, ക്ലിയർ ആവും. അങ്ങനെയാണ് ടൈമർ 2ന്റെ കാര്യം. അപ്പൊ ഇതാ ടൈമർ 2 എന്ന് പറയുന്നത് സെയിം ആസ് ടൈമർ 1 ആണ്. ഡിഫറൻസ് എന്നുള്ളത് ടൈമർ 2ന്റെ CS ബിറ്റ്സ് ഡിഫറെന്റ് ആണ്. ടൈമർ 0 ആയിട്ട്, പിന്നെ ടൈമർ 2 റിയൽ ടൈം കൗണ്ടർ ആയിട്ട് യൂസ് ചെയ്യും. ഇതാണ് ടൈമർ 2 എന്ന് പറയുന്നത്. നമുക്ക് ടൈമർ 1 നോക്കാം. അപ്പോൾ ടൈമർ 0യും ടൈമർ 2ഉം നമ്മൾ നോക്കിയിട്ടുണ്ട്, അത് 8-bit ടൈമേഴ്സ് ആണ്. പക്ഷെ ടൈമർ 1 എന്ന് പറയുന്നത് ഒരു 16-bit ടൈമർ ആണ്. അപ്പോൾ ഈ 16-bit ടൈമർ എന്ന് പറയുമ്പോഴേക്കും ഇതിന്റെ മെയിൻ രജിസ്റ്ററിന്റെ കപ്പാസിറ്റി എത്രയാ, 16-bit ആണ്. അപ്പോൾ ഇതിന്റെ TCNT രജിസ്റ്റർ എന്ന് പറയുന്നത് 16-bit ആണ്. അപ്പൊ ഈ 16-bit TCNT രജിസ്റ്ററിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. TCNT1L ആൻഡ് TCNT1H. അതായത് TCNT1 എന്ന് പറഞ്ഞാൽ എന്താ, ടൈമർ 1ന്റെ ടൈമർ കൗണ്ടർ രജിസ്റ്റർ ആണ്. ഇനി TCNT1ന്റെ 16-bit ആയതുകൊണ്ട് ലോവർ ആയിട്ടും ഹയർ ആയിട്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നു. TCNT1 ആൻഡ് TCNT1L ആൻഡ് TCNT1H. ഇനി ഇതിന് രണ്ട് കൺട്രോൾ രജിസ്റ്റർ ഉണ്ട്, TCCR1Aയും TCCR1Bയും. അത് രണ്ടും 8-bit രജിസ്റ്റേഴ്സ് ആണ്. പക്ഷെ രണ്ട് കൺട്രോൾ രജിസ്റ്റർ ഉണ്ട് ഈ 16-bit ടൈമറിന്. പിന്നെ ഉള്ളത് ടൈമർ ഓവർഫ്ലോ ഫ്ലാഗ് ബിറ്റ് ആണ്. ഓവർഫ്ലോ വരുമ്പോൾ അതായത് TCNT1 രജിസ്റ്ററിൽ ടൈമർ ഓവർഫ്ലോ വരുമ്പോൾ TOV1 ഫ്ലാഗ് സെറ്റ് ആവും. അതായത് TCNT1 16-bit ആയതുകൊണ്ട് അതിന്റെ റേഞ്ച് എത്രയാ, 0000 മുതൽ FF വരെ. അപ്പൊ ഈ FF എന്നുള്ള വാല്യൂ റോൾ ഓവർ ചെയ്ത്, അതായത് മാക്സിമം വാല്യൂ റീച്ച് ചെയ്ത് കഴിഞ്ഞ് റോൾ ഓവർ ചെയ്ത് 0 എന്നാവുമ്പോൾ എന്താവും, ടൈമർ ഓവർഫ്ലോ ഫ്ലാഗ് ബിറ്റ് സെറ്റ് ആവും. ഇനി ഇതിന് പ്രീ സ്കെയിലിംഗ് ഓപ്ഷൻ എന്ന് പറയുന്നത് ടൈമർ 0ക്കുള്ള അതേ ഓപ്ഷൻസ് ആണ്. 1:1, 1:8, 1:64, 1:256 ആൻഡ് 1:1024. ഇനി ഇതിന് രണ്ട് OCR രജിസ്റ്റേഴ്സ് ഉണ്ട്, OCR1Aയും OCR1Bയും. രണ്ട് OCR രജിസ്റ്റേഴ്സും 16-bit രജിസ്റ്റേഴ്സ് ആണ്. നിങ്ങൾക്ക് കാണാം TCNT1Lഉം TCNT1Hഉം 1Lഉം. പിന്നെ ടൈമർ ഓവർഫ്ലോ ഫ്ലാഗ് രണ്ട് OCR രജിസ്റ്റേഴ്സ്. ഈ OCR രജിസ്റ്റേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് OCF ഫ്ലാഗ്സ് ഉണ്ട്. അത് OCR1B രജിസ്റ്ററിന് OCF1B ഫ്ലാഗ്, OCR1A രജിസ്റ്ററിന് OCF1A ഫ്ലാഗ്. അതായത് TCNT1ലെ വാല്യൂ OCR1ലെ ബിയും 1Bയിലെ വാല്യൂ ഈക്വൽ ആവണമെങ്കിൽ OCF1B ഫ്ലാഗ് സെറ്റ് ആവും. ഇനി OCR1Aയിലെ വാല്യൂ TCNT1ലെ വാല്യൂ ഈക്വൽ ആവുകയാണെങ്കിൽ OCF1A ഫ്ലാഗ് സെറ്റ് ആവും. ഇത്രയാണ് മെയിൻ രജിസ്റ്റേഴ്സ് പറയുന്നത്. അല്ലാത്ത ടൈമർ 1ന് വേറെയും ഫങ്ഷൻസ് ഉണ്ട്. നമുക്ക് ടൈമർ ആയിട്ട് മാത്രമാണ് ഇപ്പൊ നോക്കുന്നത്. ഔട്ട്പുട്ട് കമ്പയർ രജിസ്റ്റർ, അതായത് TCNT1ലെ വാല്യൂ
OCR1 വാല്യൂയും തമ്മിൽ കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്ത് അതിനനുസരിച്ചിട്ടാണ് ഔട്ട്പുട്ട് കമ്പയർ ഫ്ലാഗ് സെറ്റ് ആവുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ടൈമർ 1ന്റെ ഡിലേ ജനറേറ്റ് ചെയ്യാനുള്ള കുറച്ച് ഓപ്പറേഷൻ മോഡ്സ് ഉണ്ട്. അതിൽ CTC മോഡിലാണ് നമ്മൾ ഔട്ട്പുട്ട് കമ്പയർ രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ അടുത്ത് നോക്കാന്ന് വെച്ചാൽ പിന്നെ ഞാൻ പറഞ്ഞു OCR1B രജിസ്റ്റർ ഉണ്ട്, OCR1A രജിസ്റ്റർ ഉണ്ട്. അതായത് ഔട്ട്പുട്ട് കമ്പയർ രജിസ്റ്റർ 1Aയും ഔട്ട്പുട്ട് കമ്പയർ രജിസ്റ്റർ 1B. അത് രണ്ടും 16 ബിറ്റ് രജിസ്റ്റേഴ്സ് ആണ്. അതിനെയും 2 രജിസ്റ്റേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. OCR1A OCR1AH എന്നും OCR1AL എന്നും, OCR1Bനെ OCR1BH എന്നും OCR1DL എന്നും സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ടൈമർ കൗണ്ടർ കൺട്രോൾ രജിസ്റ്റേഴ്സ് നോക്കാം. ടൈമർ 1ന് 2 ടൈമർ കൗണ്ടർ കൺട്രോൾ രജിസ്റ്റേഴ്സ് ഉണ്ട്. അതായത് TCCR രജിസ്റ്റേഴ്സ് 2 ഉണ്ട്. ഒന്ന് TCCR1Aയും അടുത്തത് TCCR1Bയും. ഇതിൽ നമ്മൾ ക്ലോക്ക് സെലക്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത് TCCR1Bയിലെ D0, D1, D2 ബിറ്റ്സ് ആണ്. CS10, CS11, CS12 ബിറ്റ്സ് ആണ് നമ്മൾ ക്ലോക്ക് സെലക്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് സെയിം ആസ് ടൈമർ 0, അതായത് 000 എന്ന് പറയുന്നത് നോ ക്ലോക്ക് സോഴ്സ് ആണ്. 001 എന്ന വാല്യൂ പ്രീസ്കെയിലിംഗ് ഇല്ലാത്ത ക്ലോക്ക് സോഴ്സ് ആണ്. ബാക്കി 101 വരെ പ്രീസ്കെയിലിംഗ് ആണ്, 8 മുതൽ 1024 വരെ. പിന്നെയുള്ള 2 ഇതെന്ന് പറയുന്നത് 110യും 111ഉം കൗണ്ടേഴ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. കൗണ്ടർ പ്രോഗ്രാമിംഗിൽ ഡിസ്കസ് ചെയ്യാം. ഇനി ഇതില് TCCR1Aയിലെ ഫസ്റ്റ് 2 ബിറ്റ്സ് അതാണ് WGM10യും WGM11ഉം. പിന്നെ TCCR1Bയിലെ WGM12ഉം 13യും. ഈ ഇത്രയും ബിറ്റ്സ് ആണ് ഈ ടൈമർ 1ന്റെ ഓപ്പറേറ്റിംഗ് മോഡ് സെലക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതിന് 16 ഓപ്പറേറ്റിംഗ് മോഡ്സ് ഉണ്ട്. ഇൻ അവർ സിലബസ് വി ഫോക്കസ് ഓൺ മോഡ് 0 ആൻഡ് മോഡ് 4. മോഡ് 0 എന്ന് വെച്ചാൽ നോർമൽ മോഡും മോഡ് 4 എന്ന് വെച്ചാൽ CTC മോഡും. ഈ 2 മോഡ്സ് മാത്രം നമ്മുടെ സിലബസിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്ക് TIFR രജിസ്റ്റർ നോക്കാം. TIFR രജിസ്റ്റർ എല്ലാ ടൈമേഴ്സിനും കോമൺ ആണ്. ഈ TIFR രജിസ്റ്ററിൽ ടൈമർ 1ന്റെ ടൈമർ ഓപ്പറേഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബിറ്റ്സ് എന്ന് വെച്ചാൽ D2, D3 ആൻഡ് D4. ഈ D2 ബിറ്റ് എന്ന് വെച്ചാൽ ടൈമർ ഓവർഫ്ലോയ്ക്ക് വേണ്ടി, D3 ബിറ്റ് ഔട്ട്പുട്ട് കമ്പയർ 1B, അതായത് ഔട്ട്പുട്ട് കമ്പയർ രജിസ്റ്റർ Bയിലെ വാല്യൂ TCNT രജിസ്റ്ററിലെ വാല്യൂ ഈക്വൽ ആണെങ്കിൽ OCF1B സെറ്റ് ആവും. ഇനി OCF1A എന്ന് പറയുന്നത് ഔട്ട്പുട്ട് കമ്പയർ രജിസ്റ്റർ Aയിലെ വാല്യൂ TCNT വാല്യൂയിലും വാല്യൂ ഈക്വൽ ആവുമ്പോൾ OCF1A സെറ്റ് ആവും. ഇത്രയാണ് TIF രജിസ്റ്ററിലെ ടൈമർ 1ലെ ബിറ്റ്സ് എന്ന് പറയുന്നത്, ടൈമർ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള ബിറ്റ്സ്. ഇതാണ് ടൈമർ 1ന്റെ ഇന്റേണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് TCNT രജിസ്റ്റർ എന്ന് പറയുന്നത് ഒരു 16 ബിറ്റ് രജിസ്റ്റർ ആണ്. പിന്നെ അതിന് 2 OCR രജിസ്റ്റേഴ്സ്, 2 16 ബിറ്റ് OCR രജിസ്റ്റേഴ്സ് ഉണ്ട്. TCNT 1ലെ വാല്യൂ OCR1Bയിലെ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്ത് ഈക്വൽ ആണെങ്കിൽ OCF1B സെറ്റ് ആവും. ഇനി OCR1Aയിലെ വാല്യൂ TCNT 1ലെ വാല്യൂ കമ്പയർ ചെയ്ത് ഈക്വൽ ആണെങ്കിൽ OCF1A ഫ്ലാഗ് സെറ്റ് ആവും. പിന്നെ TCNT 1ലെ വാല്യൂ ഓവർഫ്ലോ ചെയ്യുകയാണെങ്കിൽ ടൈമർ ഓവർഫ്ലോ 1, അതായത് TOV1 ഫ്ലാഗ് സെറ്റ് ആവും. പിന്നെ മൾട്ടിപ്ലക്സറിൽ ക്ലോക്ക് ഇൻപുട്ട് ഉണ്ട്, റീസ്കെയിലർ ഉണ്ട്. പിന്നെ എന്താണ് 8 to 1024 റീസ്കെയിലിംഗ് വരുന്നുണ്ട്. പിന്നെ ഈ ക്ലോക്കിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് CS10, CS11, CS12 ബിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ടൈമർ 1ന്റെ ഓപ്പറേഷൻ മോഡ്സ് പറയാം. നമ്മൾ ടൈമർ 0നും ഒക്കെ പഠിച്ചതുപോലെ തന്നെ 2 ഓപ്പറേഷൻ മോഡ്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് നോർമൽ മോഡും ഒന്ന് CTC മോഡും. നോർമൽ മോഡ് പറയുകയാണെങ്കിൽ അതായത് ടൈമർ 1 എന്ന് പറയുന്നത് 16 ബിറ്റ് രജിസ്റ്റർ ആണ്. അപ്പം ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 000 മുതൽ FF വരെയാണ്. അപ്പോൾ FF എന്നുള്ള വാല്യൂ ഈ ടൈമർ റീച്ച് ചെയ്യുമ്പോൾ, അതായത് ഓരോ ക്ലോക്ക് പൾസിൽ ഓരോ ടിക്കിൽ എന്താവും ഈ ടൈമറിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് വരും. എപ്പോഴാണോ ഇൻക്രിമെന്റ് ചെയ്ത് FF എന്നുള്ള വാല്യൂ റീച്ച് ആവുന്നത്, നെക്സ്റ്റ് ക്ലോക്ക് പൾസിൽ അതിന്റെ വാല്യൂ എന്താവും 0000 എന്നായിട്ട് മാറും. അപ്പോൾ ഈ
ടൈമർ റോൾ ഓവർ ചെയ്യുന്ന സമയത്ത് ടൈമർ ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ആവും. ഇതാണ് നോർമൽ മോഡിന്റെ ബേസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ഡിലേ ആണ് ടൈമർ 1 നോർമൽ മോഡിൽ ജനറേറ്റ് ചെയ്യുന്ന ഡിലേ. അതായത് ടൈമർ ECNT1ന്റെ വാല്യൂ 0 സ്റ്റാർട്ട് ചെയ്ത് എപ്പോഴാണ് FF എത്തുന്നത് ആ സമയത്ത് FF നെക്സ്റ്റ് ക്ലോക്കിൽ എന്താവും വാല്യൂ 0. അപ്പൊ ടൈമർ ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ആവും. ഈ പിക്ചർ കണ്ടാൽ കറക്റ്റ് മനസ്സിലാവും. അതായത് 0 സ്റ്റാർട്ട് ചെയ്തു FF എത്തി, നെക്സ്റ്റ് ക്ലോക്കിൽ 0 ആയി, ടൈമർ ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ആയി. ഇനി അടുത്ത ഡിലേ എന്ന് പറയുമ്പോൾ വീണ്ടും ഇൻക്രിമെന്റ് ചെയ്യും, പിന്നെ FF റീച്ച് ചെയ്യും. ഇതാണ് നോർമൽ മോഡ് എന്ന് പറയുന്നത്. നമുക്ക് ചെറിയൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് TCCR1A ആൻഡ് TCCR1B ഇഫ് യു വാണ്ട് ടു പ്രോഗ്രാം ടൈമർ ഇൻ മോഡ് 0 വിത്ത് നോ പ്രീസ്കെയിലർ. യൂസ് AVR's ക്രിസ്റ്റൽ ഓസിലേറ്റർ ഫോർ ദ ക്ലോക്ക് സോഴ്സ്. അതായത് ഒരു പ്രീസ്കെയിലറും ഇല്ലെങ്കിൽ ക്ലോക്ക് സോഴ്സിന്റെ വാല്യൂ എത്രയായിരുന്നു? 0 0 0 ആയിരുന്നെങ്കിൽ ക്ലോക്ക് സോഴ്സേ ഇല്ല, കണക്ട് ചെയ്യില്ല. 0 0 1 ആണെങ്കിൽ ക്ലോക്ക് സോഴ്സ് കണക്ട് ചെയ്യും. TCCR1B ഫസ്റ്റ് 3 ബിറ്റ്സ് ആണ് ക്ലോക്ക് സോഴ്സിന് വേണ്ടിയുള്ളത്. അതാണ് ഇവിടെ 0 0 1 എന്ന വാല്യൂ വന്നത്. അതായത് CS10 മുതൽ CS12 വരെ. ഇവിടെ കണ്ടോ, CS10 മുതൽ CS11 CS12 ഇതാണ് ക്ലോക്ക് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നോ പ്രീ സ്കെയിലിംഗ് ആയിട്ടുള്ള വാല്യൂ എത്രയാ? 0 0 1 എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? നോർമൽ മോഡിൽ വർക്ക് ചെയ്യണം. നോർമൽ മോഡിൽ വർക്ക് ചെയ്യണമെങ്കിൽ WGM10 മുതൽ WGM13 വരെയുള്ള കോമ്പിനേഷൻ എന്താ? 0 0 0 0. അപ്പൊ നമുക്ക് TCCR രജിസ്റ്റേഴ്സ് എങ്ങനെ എഴുതാം? TCCR1A ആണെങ്കിൽ 8 ബിറ്റ്സും 0 ആയിരിക്കും. TCCR1B ആണെങ്കിൽ 0 0 1 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോഴേക്കും 0 0 0 0 0 0 0 1. ഇതായിരിക്കും TCCR1Aയും TCCR1Bയും എപ്പോ ഒരു പ്രീസ്കെയിലിംഗും ഇല്ലാതെ നോർമൽ മോഡിൽ വർക്ക് ചെയ്യുമ്പോൾ. നമുക്ക് ഒരു പ്രോഗ്രാം നോക്കാം. അതായത് റൈറ്റ് എ പ്രോഗ്രാം ടു ടോഗിൾ ഓൺലി ദ പോർട്ട് B.5 bit continuously every 2 milliseconds. യൂസ് ടൈമർ 1 നോർമൽ മോഡ് ആൻഡ് നോ പ്രീസ്കെയിലർ ടു ക്രിയേറ്റ് ദ ഡിലേ. തൊട്ട് മുൻപേ നമ്മൾ ചെയ്ത പ്രോബ്ലത്തില് നോർമൽ മോഡിൽ നോ പ്രീസ്കെയിലറിന്റെ വാല്യൂ കിട്ടിയല്ലോ. TCCR1A ആണെങ്കിൽ 0 ആയിരിക്കും വാല്യൂ, TCCR1B ആണെങ്കിൽ 0 1 ആയിരിക്കും വാല്യൂ. ഇനിയിപ്പോ നോക്കാം. ആൻഡ് അസ്യൂം ക്രിസ്റ്റൽ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 8 MHz. 8 MHz ആണ് ക്രിസ്റ്റൽ ഫ്രീക്വൻസി. റീസ്കെയിലിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ 8 MHz തന്നെയാണ് ടൈമറിലേക്ക് കണക്ട് ചെയ്യാം. അതായത് ടൈമറിന്റെ ക്ലോക്ക് ഇൻപുട്ടിലേക്ക് ക്രിസ്റ്റൽ ഫ്രീക്വൻസി കണക്ട് ചെയ്യുന്നു വിത്തൗട്ട് റീസ്കെയിലിംഗ്. അപ്പൊ 8 MHz തന്നെയായിരിക്കും ടൈമറിന്റെയും ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ടൈം പീരീഡ് എങ്ങനെ കാണും? 1 ഫ്രീക്വൻസി, അതായത് 1/8 MHz. അതാണ് ഇവിടെ കണ്ടുപിടിച്ചേക്കുന്നത് 0.125 മൈക്രോസെക്കൻഡ്സ്. ഇതായിരിക്കും ഈ ടൈമറിന്റെ ടൈം പീരീഡ്, അത് ടിക്കിനെടുക്കുന്ന സമയം. പിന്നെ പ്രീസ്കെയിലർ എന്താ പറഞ്ഞത്? 1:1 ആയതുകൊണ്ട് പറഞ്ഞത് തന്നെ 0.125 തന്നെയായിരിക്കും ടൈം പീരീഡ്. അപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലം പോലെ തന്നെ 2 milliseconds ഡിലേ വേണം. പോർട്ട് ബിയിൽ ബിറ്റ് ടോഗിൾ ചെയ്യണം. അതായത് പോർട്ട് ബിയിൽ ആദ്യം 0 ആയിരിക്കണം വാല്യൂ, പിന്നെ 1 ആയിരിക്കും, പിന്നെ 0 ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ടോഗിൾ ചെയ്തുകൊണ്ടിരിക്കും വാല്യൂസ് 1 0 1 0 ഇങ്ങനെ. അപ്പൊ ഇങ്ങനെ ബിറ്റ് ടോഗിൾ ചെയ്യാൻ എടുക്കുന്ന ഡിലേ എന്ന് പറയുന്നത് 2 milliseconds, അതായത് കണ്ടിന്യൂസ്ലി എവറി 2 milliseconds എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 2 millisecond ഡിവൈഡ് ബൈ 0.125 മൈക്രോസെക്കൻഡ് ആയിരിക്കും ആ ഒരു ഡിലേ എന്ന് പറയുന്നത്. ഡിലേ എന്ന് പറയുന്നത് എത്ര ക്ലോക്ക് വേണം അങ്ങനെ ഒരു ഡിലേ ജനറേറ്റ് ചെയ്യാൻ എന്ന് പറയുന്നത്. അതായത് ഒരു ടിക്കിൽ 0.25 മൈക്രോസെക്കൻഡ്സ് എടുക്കുകയാണെങ്കിൽ എത്ര ടിക്ക് വേണം 2 millisecond ഡിലേ ജനറേറ്റ് ചെയ്യാന്ന് അറിയാൻ വേണ്ടിയിട്ട് 2 milliseconds ഡിവൈഡ് ബൈ 0.125 മൈക്രോസെക്കൻഡ്സ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, നമുക്ക് 2 മൈക്രോസെക്കൻഡ്സ് ആണ് ഒരു ടിക്കിനെങ്കിൽ നമുക്ക് 20 മൈക്രോസെക്കൻഡ്സ് ഡിലേ വേണേൽ നമ്മൾ എന്ത് ചെയ്യും? 20 ഡിവൈഡ് ബൈ 2. അപ്പോൾ 10 മൈക്രോസെക്കൻഡ്സ് 10 ക്ലോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിലേ 20 മൈക്രോസെക്കൻഡ്സ് ഡിലേ ജനറേറ്റ് ചെയ്യാൻ പറ്റും സിമ്പിൾ ആയിട്ട്. ഇതുപോലെ 2 millisecondsന് എത്ര ഡിലേ വേണമെന്ന്, എത്ര ക്ലോക്ക് പൾസ് വേണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് 2 milliseconds ഡിവൈഡ് ബൈ 0.125 മൈക്രോസെക്കൻഡ്സ് ഈക്വൽ ടു
16,000 ക്ലോക്സ്. അതിന്റെ ഹെക്സാഡെസിമൽ വാല്യൂ എന്ന് പറയുന്നത് 3E80 ആണ്. അപ്പോൾ 3E80 ആണെങ്കിൽ, അതിപ്പോ നമ്മൾ നോർമൽ മോഡൽ ആണെങ്കിൽ 3E80 ആണെങ്കിൽ ആ TCNTയിലെ വാല്യൂ എത്രയായിരിക്കണം? അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മാക്സിമം ക്ലോക്ക് എന്ന് പറയുന്നത് FF ആണ്. അതിന്റെ കൂടെ ഒരു +1 വാല്യൂ ചേർന്നാലാണ് ടൈമർ ഓവർഫ്ലോ ജനറേറ്റ് ആകുന്നത്. അപ്പൊ 1 + FF മൈനസ് 3E80. അതായത് നമുക്ക് എപ്പോഴാണ് ടൈമറിന്റെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ ചെയ്യണം. നമുക്ക് കിട്ടുന്ന വാല്യൂ C180 എന്ന വാല്യൂ ഹെക്സാഡെസിമൽ വാല്യൂ കിട്ടും. ഈ C180 ആണ് നമുക്ക് ടൈമറിന്റെ രജിസ്റ്ററിൽ ലോഡ് ചെയ്യേണ്ടത്. അതായത് ഈ C180 മുതലാണ് ടൈമർ കൗണ്ട് ചെയ്യാൻ തുടങ്ങേണ്ടത്. നമുക്കൊരു പ്രോഗ്രാം നോക്കാം. ഒരു സ്റ്റാക്ക് ഇനീഷ്യലൈസ് ചെയ്തു, പിന്നെ LDR16,20, പിന്നെ SBI DDR-B,5. അപ്പൊ നമുക്ക് 20 എന്ന് പറയുമ്പോഴേക്കും 00 10 00 അതായത് 0 1 2 3 4 ഫിഫ്ത്ത് ബിറ്റ് എന്താക്കണം? ഔട്ട്പുട്ട് ബിറ്റ് ആക്കിയിട്ട്. ഇനി LDR17,0 ഔട്ട് പോർട്ട് B,R17, അതായത് PB5ന്റെ വാല്യൂ നമുക്ക് എന്താക്കി 0 എന്ന് സെറ്റ് ചെയ്ത് വെച്ചു. DDR-B രജിസ്റ്റർ എന്താ? ഡാറ്റ ഡയറക്ഷൻ രജിസ്റ്റർ അല്ലെ? ഈ പോർട്ട് ബിക്കുള്ള ഡാറ്റ ഡയറക്ഷൻ രജിസ്റ്ററിലെ ഫിഫ്ത്ത് പിൻ ഹൈ ആക്കി വെച്ച് അതിന്റെ മീൻ ചെയ്യുന്നത് എന്താ? പോർട്ട് ബിയിലെ ഫിഫ്ത്ത് പിൻ ഔട്ട്പുട്ട് പോർട്ട് ആയിരിക്കും. അപ്പൊ ആ വാല്യൂ ഔട്ട്പുട്ട് ചെയ്യുന്നത് ഈ ഫിഫ്ത്ത് പിന്നിലായിരിക്കും. നമുക്ക് ഡിലേ കോൾ ചെയ്യാനുള്ള സബ് റൂട്ടീൻ ഡിലേ കോൾ ചെയ്യാണ്. അപ്പോൾ ഡിലേ കോൾ ചെയ്യുമ്പോൾ എന്താണ്? LDR20, 0x C1. നമ്മൾ തൊട്ട് മുൻപേ കണ്ടുപിടിച്ചു എന്താണ്? TCNT1ലെ വാല്യൂ എന്ന് പറയുന്നത് C180 ആയിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന്. അപ്പൊ നമുക്ക് C180 എങ്ങോട്ടേക്ക് മാറ്റണം? TCNT1 രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് R20യിലേക്ക് ആദ്യം C1 ലോഡ് ചെയ്യും. ഹയർ ബിറ്റിലേക്ക്, അതായത് TCNT1 ഹയറിലേക്ക് R20 ലോഡ് ചെയ്യും. പിന്നെ 80 എന്ന വാല്യൂ, അതായത് ഹെക്സാഡെസിമൽ 80 എന്ന വാല്യൂ R20യിൽ ലോഡ് ചെയ്തു. പിന്നെ TCNT1L, R20. അപ്പോൾ C180 എന്ന വാല്യൂ TCNT1 രജിസ്റ്ററിൽ വന്നു. നമുക്ക് എന്ത് ചെയ്യണം? TCCR1Aയും TCCR1Bയും സെറ്റ് ചെയ്യണം. അതിന് TCCR1Aയിലേക്ക് നമ്മൾ 00 എന്നും TCCR1Bയിലേക്ക് നമ്മൾ 01 എന്ന വാല്യൂ ലോഡ് ചെയ്യും. അത് എന്തുകൊണ്ടാ? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. ഏത്? TCCR1A എന്ന് പറയുന്നത് 0യും TCCR1B എന്ന് പറയുന്നത് 01 എന്നുള്ള വാല്യൂ ആണ്. ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നോർമൽ മോഡ് വിത്തൗട്ട് പ്രീ സ്കെയിലിംഗ് വർക്ക് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യും, ടൈമർ സ്റ്റാർട്ട് ചെയ്യും. ടൈമർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ടൈമർ കൗണ്ടർ രജിസ്റ്ററിൽ TCNT രജിസ്റ്ററിലെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തിരിക്കും. ഓരോ ക്ലോക്ക് പൾസിലും ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോ വാല്യൂ എവിടെ FF എന്ന് റീച്ച് ചെയ്യുന്നു, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ക്ലോക്കിൽ എന്താവും? അതിന്റെ വാല്യൂ 0 എന്നാവും. ആ സമയത്ത് എന്താവും? ടൈമർ ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ആവും. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ലൂപ്പ് യൂസ് ചെയ്യുന്നത്. അഗെയിൻ കണ്ടോ, ഇൻ R20 TIFR SBRS R20, TOV1 RJump അഗെയിൻ. അതായത് ഈ TOV1ലെ വാല്യൂ, അതായത് TIFR രജിസ്റ്ററിലാണ് ആ വാല്യൂ ഉള്ളത്. അത് R20യിലേക്ക് ലോഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കമ്പയർ ചെയ്യാണ്. അതായത് TIFR രജിസ്റ്ററിൽ TOV1 ഫ്ലാഗിലെ വാല്യൂ ഈക്വൽ ആണോ എന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ സ്കിപ്പ് ചെയ്യും, അല്ലെങ്കിൽ വീണ്ടും ഈ ലൂപ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ലാസ്റ്റ് എപ്പോഴാണോ TOV1 ഫ്ലാഗ് സെറ്റ് ആവുന്നത് ആ സമയത്ത് ടൈമർ സ്റ്റോപ്പ് ചെയ്യണം. എന്നാൽ മാത്രമേ 2 millisecond ഡിലേ ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ TOV1 ഫ്ലാഗ് സെറ്റ് ആകുമ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ സ്കിപ്പ് ചെയ്യും. LDR20, 00 TCCR1Bയിലേക്ക് 00 എന്നുള്ള വാല്യൂ കൊടുത്തിട്ട് ടൈമർ സ്റ്റോപ്പ് ചെയ്യും. കാരണം TCCR1Aയിൽ ഓൾറെഡി 0 ആണ് വാല്യൂ ഉള്ള. TCCR1Bയിൽ വാല്യൂ 00 കൊടുത്തിട്ട് ടൈമർ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ LDR20, 04 TIFR, R20 എന്ന് പറഞ്ഞാല് ടൈമർ ഓവർഫ്ലോ ഫ്ലാഗ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. ഇതാണ് ടൈമർ 1ന്റെ നോർമൽ മോഡ്. ഈ ടൈമർ 1ന്റെ CTC മോഡ് നോക്കാം. ക്ലിയർ ടൈമർ ഓൺ. ഒരു ചോദ്യം വന്നിട്ടുണ്ട്, നമുക്ക് അതൊന്ന് പറഞ്ഞിട്ട് അടുത്ത മോഡിലേക്ക് പോകാന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ചെറിയൊരു ബ്രേക്ക് ഇടാനും സാധിക്കും. ഓക്കെ, വാട്ട് ഈസ് ദ മാക്സിമം സ്പീഡ് അറ്റ് വിച്ച് ദ ടൈമേഴ്സ് ക്യാൻ കൗണ്ട്? ചോദിച്ചിരിക്കുന്ന മണി തുമ്പയിൽ എന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റ് ആണ്.
What is the maximum speed at which the timers can count? മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് ഇതിൽ മാക്സിമം കൊടുക്കാൻ പറ്റുന്നത് 16 മെഗാഹെഡ്സ് ഫ്രീക്വൻസിയാണ് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ 1/16 എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും ടൈം പീരീഡ്. അപ്പോൾ അത്രയും സ്പീഡിലാണ് നമുക്ക് ഡിലേ മാക്സിമം കുറയ്ക്കാന്ന് വെച്ചാൽ പ്രീ സ്കെയിലിംഗ് കൊടുക്കാത്ത വാല്യൂ എത്ര ഫ്രീക്വൻസി കൊടുത്താലും പ്രീ സ്കെയിലിംഗ് കൊടുക്കാത്ത വാല്യൂലാണ് നമുക്ക് മാക്സിമം സ്പീഡായിട്ട് ചെയ്യാൻ പറ്റുക. പ്രീ സ്കെയിലിംഗ് കൊടുക്കുന്നത് തന്നെ ഈ ഡിലേ ഇൻക്രിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഡിലേ കൂട്ടാനാണെങ്കിൽ നമ്മൾ ടൈമറിന്റെ വാല്യൂ TCNT 1 രജിസ്റ്ററിന്റെ വാല്യൂ 0 മുതൽ സ്റ്റാർട്ട് ചെയ്യണം. 0 മുതൽ FF 0000 മുതൽ FF വരെയുള്ളതാണ് മാക്സിമം ഡിലേ വരിക. അപ്പോൾ പ്രീ സ്കെയിലിംഗ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഡിലേ കൂടും. ഡിലേ കുറയ്ക്കണം എന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, FFന്റെ തൊട്ട് മുൻപേ ഉള്ള വാല്യൂ ചെറിയൊരു ഡിലേ വേണ്ടുള്ളൂ എന്നെങ്കിൽ വിത്തൗട്ട് പ്രീ സ്കെയിലിംഗ്, അതായത് TCNT 1ന്റെ വാല്യൂ FE കൊടുത്താൽ മതി. കാരണം നെക്സ്റ്റ് ക്ലോക്ക് എന്ന് പറയുമ്പോഴേക്കും FF ആവും. അപ്പൊ മാക്സിമം ഡിലേ കുറയ്ക്കാനാണെങ്കിൽ FE എന്ന വാല്യൂ കൊടുക്കുക. എന്നിട്ട് പ്രീ സ്കെയിലിംഗ് നോ പ്രീ സ്കെയിലിംഗ് സെറ്റ് ചെയ്താൽ മതിയാവും. ഹലോ, I think the answer is clear for the student. നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. സോണി മാം, താങ്ക് യു വെരി മച്ച്. യു മേ റെസ്യൂം ദ ക്ലാസ്. താങ്ക് യു. ഓക്കെ. അപ്പൊ നമ്മളിനി ടൈമർ 1ന്റെ CTC മോഡാണ് നോക്കുന്നത്. ക്ലിയർ ടൈമർ ഓൺ കമ്പയർ മാച്ച് മോഡ്. അപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത CTC മോഡ് പോലെ തന്നെയാണ്. അതായത് TCNT രജിസ്റ്ററിലെ വാല്യൂ ഔട്ട്പുട്ട് കമ്പയർ രജിസ്റ്ററിലെ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യും. എപ്പോഴാണോ ഈ രണ്ട് വാല്യൂ ഈക്വൽ ആവുന്നത് ആ സമയത്ത് ഔട്ട്പുട്ട് കമ്പയർ ഫ്ലാഗ് സെറ്റ് ആവും. കമ്പയർ ഫ്ലാഗ് സെറ്റ് ആവുമ്പോൾ ടൈമർ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ഈ സെറ്റ് ആവാൻ എടുക്കുന്ന, അതായത് രണ്ട് വാല്യൂസ് ഈക്വൽ ആവാൻ എടുക്കുന്ന ടൈമാണ് ഡിലേ ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതില് ഈ ഫിഗർ കണ്ടാൽ മനസ്സിലാകും. അതായത് TCNT 1ഉം ഇതിൽ നമ്മൾ ഈ CTC മോഡ്, അതായത് മോഡ് 4 ആണ്. ടൈമർ 1ന്റെ മോഡ് 4 ആണിത്. ഈ മോഡിൽ നമ്മൾ OCR1A രജിസ്റ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് 16 ബിറ്റ് രജിസ്റ്റർ OCR1A. അപ്പോൾ OCR1A ആണെങ്കിൽ OCF1A ഫ്ലാഗ് സെറ്റ് ആകും. അപ്പം ഇവിടെ അതായത് TCNTന്റെ വാല്യൂ 0 സ്റ്റാർട്ട് ചെയ്യും. 0 സ്റ്റാർട്ട് ചെയ്ത് എപ്പോഴാണോ OCR1Aന്റെ വാല്യൂ ആയിട്ട് മാച്ച് ആവുന്നത് നെക്സ്റ്റ് ക്ലോക്കിൽ TCNT വാല്യൂ 0 ആവും. OCF1A ഫ്ലാഗ് സെറ്റ് ആവും. ഇങ്ങനെ ഒരു ടൈം ഡിലേ ജനറേറ്റ്, ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ടൈം ഡിലേ ജനറേറ്റ് ചെയ്യാനുള്ളതാണ് ഈ ഫിഗർ കാണിക്കുന്നത്. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ വാല്യൂസ് ഫോർ TCCR1A ആൻഡ് TCCR1B if you want to program timer 1 in mode 4 CTC, that is OCR1A, no prescaler. Use AVR's crystal oscillator for the clock source. Crystal oscillator input ആയി കൊടുക്കാന്ന് വെച്ചാൽ ടൈമർ, അത്രേ ഉള്ളൂ. ഇപ്പൊ TCCR1Aയിലെ വാല്യൂസ് നമുക്കെല്ലാം 00 ആയിട്ട് സെറ്റ് ചെയ്യാം. കാരണം എന്താ, ടൈമറിന്റെ മോഡ് എന്ന് പറയുന്നത് മോഡ് 4 എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ എന്ന് വെച്ചാൽ 09 എന്നാണ് മോഡ് 4ന്റെ വാല്യൂ. അതായത് 09 ഹെക്സാഡെസിമൽ എന്ന് പറയുമ്പോഴേക്കും WGM 101113 ആൻഡ് 112 and 13ന്റെ വാല്യൂസ് എന്ന് പറയുന്നത് 09. അതായത് WGM 10ഉം 11ഉം 00 ആയിരിക്കും. WGM 12ഉം 13ന്റെയും വാല്യൂ 4 ആയിരിക്കും. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, CTC മോഡിൽ എന്ന് പറയുമ്പോഴേക്കും ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, WGM 12 മാത്രമേ ഹൈ ആയിട്ടുള്ളൂ, ബാക്കി രണ്ടും 0 ആണ്. അതായത് ബാക്കി 3 0 ആണ്. WGM 10 മുതൽ WGM 13 വരെയുള്ളതിൽ WGM 12 മാത്രമേ ഹൈ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് മോഡ് 4ല്, അതായത് TCCR1Bയില് 1Aയില് ഈ രണ്ട് വാല്യൂസും ഫസ്റ്റ് 2 ബിറ്റ്സും 0, പിന്നെ D3യും D4 ബിറ്റ്സും TCCR1Bയില് 12 ഹൈ ആകുമ്പോൾ ഇവിടെ മാത്രമേ ഹൈ വരുള്ളൂ. പിന്നെ പറഞ്ഞേക്കുന്നത് നോർമൽ മോഡാണ്. നോർമൽ മോഡാണെങ്കിൽ CTC മോഡില് ക്ലോക്ക് എന്ന് പറയുന്നത് വിത്തൗട്ട് പ്രീ സ്കെയിലിംഗ് ആണ്. അതായത് ക്ലോക്ക് സോഴ്സിന്റെ വാല്യൂ 001 ആണ്. അപ്പൊ നമ്മളത് അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, TCCR1Bയില് നമ്മളത് അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ W3 ബിറ്റ്സ്, ഇത് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അതായത് W12 ബിറ്റ് ഹൈയും പിന്നെ വിത്തൗട്ട് പ്രീ സ്കെയിലർ ക്ലോക്സ് ആണെങ്കിൽ 001 ആയിരിക്കും. അപ്പൊ അതിന്റെ വാല്യൂ എപ്പോഴും 09 എന്നായിരിക്കും.
ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. റൈറ്റ് എ പ്രോബ്ലം ടു ടോഗിൾ ഓൺലി പോർട്ട് ബി ഡോട്ട് 5 ബിറ്റ് കണ്ടിന്യൂസ്ലി എവറി 2 milliseconds യൂസ് ടൈമർ 1 നോർമൽ മോഡ് ഫ്രീ സ്കെയിലർ. സോറി, നേരത്തെ പ്രോബ്ലം ആയിരുന്നു കൺഫ്യൂഷൻ വന്നത്. അതായത് TCCR 1Bയിലെ വാല്യൂ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ WGM 12 ബിറ്റ് മാത്രം ഹൈ ആവും. അതാണ് ഇവിടെ WGM 12 ബിറ്റ് മാത്രം ഹൈ ആയി ക്ലോക്ക് സോഴ്സ് 001. അപ്പൊ ഇതിന്റെ വാല്യൂ എന്താണ്? 09 എന്നായിരിക്കും ഇതിന്റെ വാല്യൂ. നമുക്കൊരു CTC മോഡിന്റെ ഒരു പ്രോബ്ലം നോക്കാം. ഇവിടെ പറയുന്നത് ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് സ്ക്വയർ വേവ് ജനറേറ്റഡ് ബൈ ദ ഫോളോയിങ് പ്രോഗ്രാം. If crystal is equal to 8 megahertz, in your calculation do not include overhead due to instruction in the loop. ലൂപ്പിന്റെ ഓവർഹെഡ് ഒന്നും നോക്കാതെ ഇതിന്റെ സ്ക്വയർ വേവിന്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രോബ്ലം പ്രോഗ്രാം നമുക്ക് ആദ്യം നോക്കാം. D5 ബിറ്റ് ആണ് സെറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി DTR-B5 SBI കൊടുത്തു കഴിഞ്ഞാൽ DDR-B രജിസ്റ്ററിലെ 5th ബിറ്റ് സെറ്റ് ആകും. അതായത് മീൻ ചെയ്യുന്നത് പോർട്ട് ബിയിലെ 5th ബിറ്റിന്. അത് D5 പിന്നെ എന്താവും? ഔട്ട്പുട്ട് പോർട്ടായി സെറ്റ് ചെയ്യും. ഡിലേ കോൾ ചെയ്യുമ്പോൾ ഇവിടെ TCNT1 R20യും R20 എന്ന് പറയുന്ന 0യും TCNT1L R20 0 ആയിട്ട്, അതായത് TCNT രജിസ്റ്റർ 0 ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് വാല്യൂ കൊടുക്കേണ്ടത് OCR1 രജിസ്റ്റർ, അതായത് TCNT രജിസ്റ്ററിലെ വാല്യൂ ഓരോ ക്ലോക്ക് പൾസിൽ ഇൻക്രിമെന്റ് ചെയ്ത് എപ്പോഴാണോ OCR രജിസ്റ്ററിലെ വാല്യൂയിട്ട് കമ്പയർ ചെയ്യുന്നത് ആ സമയത്ത് എന്ത് ചെയ്യും? OCR ഫ്ലാഗ് എന്താവും? സെറ്റ് ആവും. ഇതാണ് ഇത് CTC മോഡിന്റെ കൺസെപ്റ്റ്. അതിനുവേണ്ടി TCNT വാല്യൂ ആദ്യം 0 ആയിട്ട് ഈ ഇൻസ്ട്രക്ഷനിൽ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ OCR1H വാല്യൂ എന്ന് പറയുന്നത് 0യും പിന്നെ R20 159, അതായത് OCR1L 159 ഡെസിമൽ വാല്യൂ, അതായത് 0x9f എന്നുള്ള വാല്യൂ. അപ്പോൾ OCR രജിസ്റ്ററിലെ വാല്യൂ എന്ന് പറയുന്നത് 0x9f വാല്യൂ ആണ്. അത് എപ്പോഴാണോ ടൈമർ ഓരോ ക്ലോക്കിലേക്ക് ഇൻക്രിമെന്റ് ചെയ്ത് 9f റീച്ച് ചെയ്യുന്നത്, 009f റീച്ച് ചെയ്യുന്നത്, ആ സമയം ടൈമർ എന്താവും? സ്റ്റോപ്പ് ആവും. അതിന്റെ ഫ്രീക്വൻസി ആണ്, സ്ക്വയർ വേവിന്റെ ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഒരു ഡിലേ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ വേവിന്റെ ഹൈ ഉണ്ടാവും ലോ ഉണ്ടാവും. അപ്പൊ ഹൈയിലുള്ള ഡിലേ ആണ് ഇപ്പൊ ഇവിടെ പറയുന്നത്. ലോയില് ഡിലേയും വരുമ്പോഴേക്കും നമുക്ക് എന്താ 2 പ്രാവശ്യം ഈ ഡിലേ കോൾ ചെയ്യണം. നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം. പിന്നെ നമ്മൾ TCCR1ഉം TCCR1Bയും സെറ്റ് ചെയ്യും. അതായത് ഇതിൽ 09 എന്ന് പറയുമ്പോൾ CTC മോഡ് വിത്തൗട്ട് പ്രീ സ്കെയിലിംഗ്, അതായത് വരുന്ന ഫ്രീക്വൻസിനെ പ്രീ സ്കെയിൽ ചെയ്യുന്നില്ല, അത് ഡിവൈഡ് ചെയ്യുന്നില്ല. പിന്നെ TIFR വാല്യൂ R20 ലോഡ് ചെയ്തു. OCF1ന്റെ വാല്യൂ ചെക്ക് ചെയ്യും. എപ്പോഴാണോ OCF1 ഫ്ലാഗ് സെറ്റ് ആവുന്നത്, TCNT1 വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 0x9f എന്നുള്ള വാല്യൂ റീച്ച് ആവുന്നത്, ആ സമയം വരെ ഈ ലൂപ്പ് വർക്ക് ചെയ്യും. റീച്ച് ആയി കഴിഞ്ഞാൽ ടൈമർ സ്റ്റോപ്പ് ചെയ്യും. OCF1 ഫ്ലാഗ് ക്ലിയർ ചെയ്യും. ഇനിയിപ്പോ നമുക്ക് അതിന്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അതായത് ഇതിന്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ടൈമർ 1 ഈസ് വർക്കിംഗ് ഇൻ മോഡ് 4 അല്ലെ, CTC മോഡിലാണ് ടൈമർ വർക്ക് ചെയ്യുന്നത് പറഞ്ഞു. ഇനിയിപ്പോ OCR1A വാല്യൂ എത്രയാ? 159 ഇല്ലേ? ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? 159 എന്ന് പറയുന്ന ഡെസിമൽ വാല്യൂ അല്ലേ OCR1A ലോഡ് ചെയ്തേക്കുന്നത്. 159 എന്ന് പറയുന്ന വാല്യൂ എപ്പോഴാണോ 159 എന്ന് പറയുന്ന എക്സാ ഡെസിമൽ വാല്യൂ എപ്പോഴാണോ TCNT രജിസ്റ്റർ ഈക്വൽ ആവുന്നത്, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ക്ലോക്ക് സൈക്കിളിലാണ് ഓവർഫ്ലോ ജനറേറ്റ് ചെയ്യുന്നത്. അതായത് 159 + 1 160 ക്ലോക്സിന് ശേഷമാണ് ടൈമർ സ്റ്റോപ്പ് ചെയ്യുന്നത്. നമ്മൾ ക്രിസ്റ്റൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞത് 8 മെഗാഹെർട്സ് ആണ്. അപ്പോൾ ഓരോ ക്ലോക്കിനും അതിന്റെ ടൈം പീരീഡ് എത്തായിരിക്കും? 1/8 മെഗാഹെർട്സ്, അതായത് 0.125 മൈക്രോ സെക്കൻഡ്സ് ആയിരിക്കും. ഇപ്പൊ അതിന്റെ ഡിലേ നോക്കണമെങ്കിലോ, അതായത് 160 ക്ലോക്സ് നമ്മുടെ കയ്യിലുണ്ട്. ഒരു ക്ലോക്കിന് 0.125 മൈക്രോ സെക്കൻഡ്സ് ആണെങ്കിൽ നമുക്ക് എത്ര മൈക്രോ സെക്കൻഡ്സ് എടുക്കുന്നത് കണ്ടുപിടിക്കാലോ. അതായത് ഒരു ക്ലോക്കിന് 0.125 മൈക്രോ സെക്കൻഡ്സ് ആണെങ്കിൽ 160 ക്ലോക്സ് ഉണ്ടെങ്കിൽ 160 × 0.125 അതെന്ന് പറയുന്നത് 20 മൈക്രോ സെക്കൻഡ്സ് ആയിരിക്കും. അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താ? ഡിലേ എന്ന് പറയുന്നത് 20 മൈക്രോ സെക്കൻഡ്സ് ആണ്. ഫ്രീക്വൻസി അതായത് ടൈം പീരീഡ് 20 മൈക്രോ സെക്കൻഡ്സ് ടൈം പീരീഡ് എടുക്കും. അപ്പൊ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? 1/ടൈം പീരീഡ്. അതായത് ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ 1/ഫ്രീക്വൻസി ആണെങ്കിൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ 1/ടൈം പീരീഡ്.
അപ്പോൾ 1/20 മൈക്രോ സെക്കൻഡ്സ്. ഞാൻ പറഞ്ഞു ഒരു ഡിലേ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ വേവ് ആണ്. സ്ക്വയർ വേവിന് ഹൈയും ഉണ്ട് ലോയും ഉണ്ട്. അപ്പൊ ഹൈക്ക് വേണ്ടിയിട്ട് ഒരു ഡിലേ വരും, ലോക്ക് വേണ്ടി ഒരു ഡിലേ വരും. അപ്പൊ 2 ഡിലേ വരും. അപ്പൊ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു ഹാഫ് പോർഷന് വേണ്ടിയിട്ട് 20 മൈക്രോ സെക്കൻഡ്സ് ആണെങ്കിൽ ഹൈയും ലോയും വരുമ്പോൾ എത്രയായിരിക്കും? 40 മൈക്രോ സെക്കൻഡ്സ് ആയിരിക്കും. ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ എങ്ങനെയാ? ടൈം പീരീഡ് 40 ആയിരിക്കും ടോട്ടൽ ഒരു സ്ക്വയർ വേവിന്. അപ്പൊ 1/20 മൈക്രോ സെക്കൻഡ് ഇൻറ്റു 25 കിലോ ഹെഡ്സ്, ഇതായിരിക്കും ഫ്രീക്വൻസി. ഇപ്പോൾ ഈ പ്രോബ്ലം ഒന്നും കൂടി ജസ്റ്റ് നോക്കാം. അതായത് ഇതിൽ നമ്മൾ 8 മെഗാ ഹെഡ്സ് ക്രിസ്റ്റൽ ഫ്രീക്വൻസി കണക്ട് ചെയ്തിട്ടുണ്ട്. റീസ്കെയിലിംഗ് ഇല്ല, CTC മോഡൽ. അങ്ങനെയാണെങ്കിൽ അതിന്റെ വാല്യൂ OCR1A വാല്യൂ 159 എന്ന് പറയുന്ന ഡെസിമൽ വാല്യൂ ആണ് കൊടുത്തേക്കുന്നത്. 159 മാച്ച് ചെയ്ത് നെക്സ്റ്റ് ക്ലോക്കിലാണ് ഓവർഫ്ലോ ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് 159 + 1 160 ക്ലോക്സ്. ഒരു ക്ലോക്കിന് വേണ്ട ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 0.125 മൈക്രോ സെക്കൻഡ്സ് ആണെങ്കിൽ 160 ക്ലോക്സിന് വേണ്ടി എടുക്കുന്ന ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 160 × 0.125 മൈക്രോ സെക്കൻഡ്സ് = 20 മൈക്രോ സെക്കൻഡ്സ് ആയിരിക്കും. അപ്പോൾ 20 മൈക്രോ സെക്കൻഡ്സ് ഒരു ഹാഫ് പോർഷന് വേണ്ടിയിട്ടാണ്. ഒരു സ്ക്വയർ വേവില് ഒരു ഹൈ ഉണ്ടാവും, ലോ ഉണ്ടാവും. ഏതെങ്കിലും ഒരു ഹൈക്കോ ലോക്കോ വേണ്ടിയിട്ടുള്ള ടൈം ഡിലേ ആണ് ഇത്. അപ്പൊ രണ്ടും ഒരു സ്ക്വയർ വേവ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? 2 × 20 മൈക്രോ സെക്കൻഡ്സ് 40 മൈക്രോ സെക്കൻഡ്സ് ആയിരിക്കും അതിന്റെ ഡിലേ. ഒരു സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യാനുള്ള ഡിലേ. അപ്പൊ അതിന്റെ ഫ്രീക്വൻസി എങ്ങനെയാ? ടൈം പീരീഡ് 40 കിട്ടി. അപ്പൊ 1/40 മൈക്രോ സെക്കൻഡ്സ് = 25 കിലോ ഹെഡ്സ്. ഇങ്ങനെയാണ് നമ്മൾ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഈ ടൈമർ 1 എങ്ങനെയാണ് 16-ബിറ്റ് രജിസ്റ്റർ ആക്സസ് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് AVR എന്ന് പറയുന്ന ഒരു 8-ബിറ്റ് മെഷീൻ ആണ്. അറ്റ് എ ടൈം ഒരു സൈക്കിളിൽ 8-ബിറ്റ് ഡാറ്റ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ടൈമർ 1 16-ബിറ്റ് രജിസ്റ്റർ ആണ്. അപ്പൊ അതിലെ വാല്യൂസ് എങ്ങനെ ആക്സസ് ചെയ്യുന്നു നോക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ TCNT1 വാല്യൂ എന്ന് പറയുന്നത് 05FF ആണ്. നമുക്ക് R20 R21 ഈ 05FF എന്നുള്ള വാല്യൂ സേവ് ചെയ്യണം. R20 R21 ഒക്കെ 8-ബിറ്റ് ആണ്. 05 എന്നുള്ളത് എന്തിലേക്ക്? 05 എന്നുള്ളത് R21 FF എന്നുള്ളത് R20 ലോഡ് ചെയ്യണം. അപ്പൊ അങ്ങനെ ലോഡ് ചെയ്യാന്ന് വെച്ചാൽ ഒരു ക്ലോക്ക് സൈക്കിളിലാണ് ഇത് നമ്മൾ ലോഡ് ചെയ്യുന്നത്. അതായത് ഇൻ R20, TCNT1L എന്ന് പറഞ്ഞാൽ TCNT1L വാല്യൂ എന്ത് ചെയ്യും? R20 ലോഡ് ചെയ്യും. പിന്നെ ഇൻ R21 എന്ന് പറയുമ്പോൾ TCNT1H വാല്യൂ R21 ലോക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് R20 TCNT1L വാല്യൂ ലോഡ് ചെയ്ത് കഴിഞ്ഞാല് നെക്സ്റ്റ് ക്ലോക്കിൽ എന്താ സംഭവിക്കുക? ഈ TCNT1 വാല്യൂ ചേഞ്ച് ആവും. അപ്പൊ അടുത്തത് R21, TCNT1H എന്ന് പറഞ്ഞാല് ചേഞ്ച് ചെയ്ത വാല്യൂ ആയിരിക്കും R21 വരിക. മനസ്സിലായോ? അതായത് 05FF എന്നാണ് നമ്മൾ പറയുന്നത്, അതായത് വാല്യൂ ഉള്ളത്. ഇപ്പൊ R20, TCNT1L എന്ന് പറഞ്ഞാൽ L വാല്യൂ എന്താ? FF എന്നുള്ള വാല്യൂ R20 വന്നു. നെക്സ്റ്റ് ക്ലോക്ക് സൈക്കിൾ